So today we are going to discuss method of solving first order differential equations. How to solve first order, first degree differential equation. ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ള മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. സോ ഒരു സാധാരണ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുക. സപ്പോസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. dy by dx is equal to 1 plus y square by 1 plus x square. dy by dx is equal to 1 plus y square by 1 plus x square. ഞാൻ ഈ dx എന്ന് പറയുന്ന ഈ ഡെറിവേറ്റീവിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സോ എന്താവും? dx by 1 plus x square. ഈ 1 plus y square dy യുടെ താഴെ കൊണ്ടുപോകാം. സോ dy by 1 plus y square. സോ ഇങ്ങനെ ഞാൻ ഈ 1 plus y സ്ക്വയറിനെയും അതുപോലെ dx-നെയും മാറ്റി ക്രോസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ലെഫ്റ്റ് സൈഡിൽ വൈന്റെ ടേംസ് മാത്രമേ ഉള്ളൂ, അതുപോലെ റൈറ്റ് സൈഡിൽ എക്സിന്റെ ടേംസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് യു ഹാവ് സെപ്പറേറ്റഡ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അല്ലെ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇവിടെ വൈനെ ഇപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്തു, എക്സിനെ ഇപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ എന്ത് കഴിഞ്ഞു? ഇത് സെപ്പറബിൾ ആണല്ലോ. യെസ്, ദേ ആർ സെപ്പറബിൾ. സോ dy by 1 plus y square d equal to dx by 1 plus x square. അങ്ങനെ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ആൻസർ കിട്ടാനായിട്ട് സെപ്പറേറ്റ് ചെയ്തതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇന്റഗ്രൽ dy by 1 plus y square equal to integral dx by 1 plus x square. Okay, so after separating the variables x and y to both sides, എന്ത് ചെയ്യുന്നു? We are integrating it. So what is dy by 1 plus y square? എന്താണ്? tan inverse y equal to what is integral dx by 1 plus x square? tan inverse x. tan inverse x plus നമ്മൾ എന്ത് കൊടുക്കണം? കോൺസ്റ്റൻസ് ഡെറിവേറ്റീവ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള കോൺസ്റ്റൻസ് അല്ലെ, അതും കൂടെ അതിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ tan inverse y is equal to tan inverse x plus c. That is the answer. മനസ്സിലായോ? അപ്പോൾ tan inverse x plus tan inverse y is equal to tan inverse x plus c. That is the final answer for this question. Okay, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് നേരെ എക്സസൈസ് 9.4 ലോട്ട് പോകും. എക്സസൈസ് 9.4 ചോദ്യത്തിലോട്ട് പോകും. എക്സസൈസ് 9.4 കേട്ടോ. ഡൗട്ട് ഉള്ളത് എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഓരോന്നോരോന്നായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, look at the first question. dy by dx is equal to 1 minus cos x by 1 plus cos x. ഇവിടെ താഴെ മുകളിലും എന്താണ്? x തന്നെയാണ്, വേരിയബിളിന്റെ വ്യത്യാസമൊന്നുമില്ല. സോ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഇസ് dy by dx is equal to 1 minus cos x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin square x by 2. 2 sin square x by 2 divided by 1 plus cos x എന്ന് പറയുന്നത് 2 cos square x by 2. അങ്ങനെ 2 2 ക്യാൻസൽ ആയിരുന്നു. സോ dy by dx എത്രയാണെന്ന് കിട്ടി? sin square x by 2 by cos square x by 2 എന്താണ്? tan square x by 2. എന്താണ്? tan square x by 2. Now I am going to bring this dx to the left side. അപ്പോൾ dy is equal to എന്താവും? tan square x by 2 dx. tan square x by 2 dx. ഇനി എന്ത് ചെയ്യുന്നു? Now രണ്ട് വേരിയബിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തല്ലോ. ഇവിടെ x മാത്രവും ഇവിടെ y മാത്രവും. Now I am going to integrate it. What is integral dy? y. What is integral tan square x by 2? Can you directly take the integral of tan square? No. അപ്പോൾ tan square x by 2 എങ്ങനെ എഴുതണം? 6 square x by 2 minus 1 dx. Okay. And what is the integral of 6 square x by 2? Tan x by 2 by 1 by 2 minus 1 ന്റെ integral എന്താണ്? x plus c. Okay. So what is the answer for the first question? It is tan x by 2 by 1 by 2 minus x plus c. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ഫോമാണിത്? വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് നമ്മളിത് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇത് ഈ എഴുതിയ ആൻസർ ഇപ്പം വായിക്കാൻ പോകാം, കാരണം അവിടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ സ്ഥലം കിട്ടത്തില്ല. സോ റബ് ദിസ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is the second question here? dy by dx is equal to root of 4 minus y square. ഇവിടെ നോക്കി, y സ്ക്വയറിന്റെ മാത്രം, ദാറ്റ് ഇസ് ദ വേരിയബിൾ ഇസ് ഓൺലി y. അപ്പൊ അതിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാം, ഇങ്ങോട്ട് താഴോട്ട്. സോ എന്ത് കിട്ടും? dy by root of 4 minus y square is equal to dx. ഇനി രണ്ട് സൈഡിലും ഇവിടെ y-യും അല്ലെ, ഇവിടെ x മാത്രമല്ലേ? യെസ്. സോ നൗ ഐ എം ഗോയിങ് ടു ഇന്റഗ്രേറ്റ്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ dy by root of 4 minus y square എന്താണ്? What is integral 1 by root of a square minus x square? Integral 1 by root of a square minus x square എന്താണ്? It is sin inverse x by a. എന്താണ്? sin inverse x by a.
So integral dy by root of 4y square 4 minus y square എന്ന് പറയുമ്പോൾ എന്താണ് dy by root of 4 square 4 is 2 square minus y square. That is integral dx. And what is integral dy by root of 2 square minus y square? It is sin inverse x by a alla y by 2 is equal to what is integral dx? X plus c. So what is answer? Sin inverse y by 2 is equal to x plus c. Sin inverse y by 2 is equal to x plus c. Okay. That is question number 2. അടുത്ത question number 3 ലോട്ട് പോവാണ്. Question number 3. dy by dx plus y equal to 1. dy by dx plus y is equal to 1. ഇവിടെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും നോക്കി, ഇപ്പുറത്ത് പ്ലസ് വൈ ഇപ്പുറത്ത് പ്ലസ് 1. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. സോ എന്ത് ചെയ്താൽ മാത്രം മതി, ജസ്റ്റ് ബ്രിങ് ദിസ് വൈ ടു ദ ലെഫ്റ്റ് സൈഡ്. അപ്പൊ എന്താവും 1 മൈനസ് വൈ. ഇനി 1 മൈനസ് വൈ ഡി വൈയുടെ താഴെ കൊണ്ടുവരിക. സോ ഡി വൈ ബൈ 1 മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ഡി എക്സ്. നൗ ദേ ആർ വേരിയബിൾ സെപ്പറേറ്റഡ് അല്ലെ, വേരിയബിൾസ് സെപ്പറേറ്റഡ് ആയി. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇന്റഗ്രേറ്റ്. വാട്ട് ഇസ് ഇന്റഗ്രൽ ഡി വൈ ബൈ 1 മൈനസ് വൈ? ഇതാണ് ലോഗ് ആണ് അല്ലെ, ലോഗ് 1 മൈനസ് വൈ ബൈ മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് 1 is equal to what is the integral of dx x plus c. So what is the final answer? Minus മോളിടുമ്പോൾ എന്താണ് minus log 1 minus y is equal to x plus c or x plus log 1 minus y is equal to c. ഇങ്ങനെ എഴുതാം. Understood? That is question number 3. So question number 3 യുടെ ആൻസർ പിടികിട്ടിയോ? അടുത്തത് question number 4. എഴുതാൻ സമയം കിട്ടിയില്ല എങ്കിൽ പോസ് ചെയ്ത് ആ വീഡിയോ കണ്ട് എഴുതുക കേട്ടോ. question number 4 എന്ന് പറയുന്നത് 6 square x tan y dx plus 6 square y tan x dy equal to 0. ഇവിടെ കണ്ടിട്ട് നമുക്ക് നോക്കിക്കേ, ഇവിടെ dx ഇവിടെ കിടക്കുന്നു, da ഇവിടെ കിടക്കുന്നു. അപ്പോ ഞാൻ എന്താ ഈ പ്ലസ് ഇവിടെ നടുക്ക് ഒരു പ്ലസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, I'm just taking 6 square x tan y dx and this plus 6 square y tan x dy നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ് ഈക്വൽ ടു minus 6 square y tan x dy ഇങ്ങനെ കിട്ടും അല്ലെ. അപ്പൊ ആക്ച്വലി ഡി എക്സിനെ ലെഫ്റ്റിൽ ഇട്ടു, ഡി വൈനെ റൈറ്റിൽ ഇട്ടു. അപ്പൊ ആക്ച്വലി വേരിയബിൾസ് സെപ്പറേറ്റഡ് ആയോ ഇല്ല. അതാ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എല്ലാം ഉണ്ട്. റൈറ്റ് സൈഡിലും അതുപോലെ വൈ ഉണ്ട്, എക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇപ്പോഴും വേരിയബിൾ സെപ്പറേറ്റഡ് ആയിട്ടില്ല. പക്ഷെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കി, ഇവിടെ 6 square x ഉണ്ട്, ഇവിടെ ഡി എക്സ് ഉണ്ട്. ഈ ടാൻ എക്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്താവും 6 square x by tan x dx is equal to ഈ minus 6 square y tan y താഴെ കൊണ്ടുവന്നു by tan y dy. അപ്പോ ഇപ്പൊ നമുക്ക് ഒരു സൈഡിൽ മൊത്തം എക്സും വേറൊരു സൈഡിൽ മൊത്തം വൈയും എന്ന് കിട്ടിയല്ലോ. യെസ്. ഇനി ഇത് ചെയ്യാനായിട്ട് നോക്കിയാൽ താഴെ ടാൻ എക്സ് ഉണ്ടല്ലോ, ഈ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ 6 square x. യെസ്. അപ്പൊ ടാൻ എക്സിന് ഞാൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടാൻ എക്സിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണെങ്കിൽ 6 square x dx എന്താകും ഡി ടി. സോ ഇവിടെ എന്താണ് യു ക്യാൻ റൈറ്റ് ആസ് ഡി ടി ബൈ ടി, നമ്മുടെ സാധാ ഇന്റഗ്രേഷൻ. അതുപോലെ ഇവിടെ ടാൻ വൈ ഉണ്ടല്ലോ, ടാൻ വൈന് ടി എന്ന് കൊടുക്കരുത്, വേറെ എന്തെങ്കിലും കൊടുക്കുക. ടാൻ വൈ ഇസ് ഈക്വൽ ടു കെ എന്ന് കൊടുക്കുക. അപ്പൊ എന്താകും 6 square y dy is equal to dk. So you can write minus common, so dk by k. So integral dt by t is equal to minus integral dk by k. What is integral dt by t? Log t is equal to minus dk by k എന്താണ് log k. പിന്നീട് നമ്മൾ സാധാരണ c എഴുതാറുണ്ട് അല്ലേ, ഇപ്പോ ഇവിടെ കോൺസ്റ്റന്റ് c എഴുതാറുണ്ട്. ബട്ട് ബാക്കി രണ്ട് ടേംസും ലോഗിലാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് സി യു ഹാവ് റൈറ്റ് ഇറ്റ് ആസ് വാട്ട് ലോഗ് സി. ഓക്കെ, ബാക്കി രണ്ട് ടേംസും സി എന്താണ് ലോഗിലായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു, സിംപ്ലി സി എന്ന് എഴുതുന്നതിന് പകരം അതിനെ ലോഗ് സി എന്ന് എഴുതി. ഇനി ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോവാണ്, ഈ മൈനസ് ലോഗ് കെ ഇപ്പുറത്ത് കൊണ്ടുവന്ന ലോഗ് ടി പ്ലസ് ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് സി. ലോഗ് ടി പ്ലസ് ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് സി എന്ന് കിട്ടി. ഇനി ഇതില് നമുക്ക് ഇനിയും എന്താണ് കുറച്ച് ഷോർട്ട് ആൻസറിന് ചെറുതാക്കാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ലോഗ് ടി പ്ലസ് ലോഗ് കെ? ലോഗ് ടി പ്ലസ് ലോഗ് കെ എന്ന് പറയുമ്പോൾ യു ക്യാൻ എന്താണ് റൈറ്റ് ഇറ്റ് ആസ് ലോഗ് ടി കെ ഇസ് ഈക്വൽ ടു ലോഗ് സി. ഇനി രണ്ടിടത്തും ഒരു ലോഗ് അല്ലേ ഉള്ളത്, ഇതും ഇതും. അപ്പൊ എന്ത് എഴുതാം, ടി കെ ഇസ് ഈക്വൽ ടു സി.
ഇനി ടി എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മൾ ടാൻ എക്സ് എന്നല്ലേ ടി കൊടുത്തത്. അപ്പൊ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, ടിന്റെ സ്ഥാനത്ത് ടാൻ എക്സ് ഇൻറ്റു ഇവിടെ എന്താണ് കെ എന്താണ് ടാൻ വൈ എന്നാണ്. സോ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഇസ് ഈക്വൽ ടു. So the final answer is tan x into tan y is equal to c. Tan x into tan y is equal to c. Okay. Okay. Question number 5. Question number 5 എന്തായിരുന്നു? e raised to x plus e raised to minus x dy minus e raised to x minus e raised to minus x dx equal to 0. അപ്പോ ഇവിടെ നോക്കിയാൽ ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് എല്ലാം എക്സിന്റെ ടേംസ് ആണ്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഈ മൈനസ് ഈ മൊത്തം ഞാൻ റൈറ്റിലോട്ട് കൊണ്ടു. അപ്പൊ എന്താകും e raised to x plus e raised to minus x dy is equal to മൈനസ് ആകുമ്പോഴത്തേക്കും e raised to x minus e raised to minus x dx. ഇനി dx നെ ഇവിടെ താഴോട്ട് കൊണ്ടുവരും. അപ്പൊ എന്താണ് dy by dx ഈക്വൽ ടു, അല്ലെങ്കിൽ വേണ്ട സോറി, dy മാത്രം ഇവിടെ ഇട്ടിട്ട് ഇതിനെ ഇപ്പുറത്തോട്ട് പോകാം. അപ്പൊ എന്താകും e raised to x minus e raised to minus x by e raised to x plus e raised to minus x dx എന്നാവുമല്ലോ. Now you can integrate both sides. ഇവിടെ ഇന്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും ഇന്റഗ്രേഷൻ? ഡിനോമിനേറ്റർ e raised to x plus e raised to minus x ന് പകരം എന്ത് കൊടുക്കുക? t എന്ന് കൊടുക്കുക. What is the integral of e raised to x? e raised to x plus e raised to minus x ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to minus x. രണ്ട് മൈനസ് x ന്റേത് മൈനസ് dx is equal to dt. Okay, so you can write ഇവിടുത്തെ ഡിനോമിനേറ്ററിന് t എന്ന് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ dt ആവും. So you can write as integral dt by t. And what is the integral dt by t? Log t plus c. Okay, so y is equal to log t plus c or y is equal to log t എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? e raised to x plus e raised to minus x plus c. Okay, clear? Question number 6. dy by dx is equal to 1 plus x square into 1 plus y square. So here 1 plus x square ഉള്ളതുകൊണ്ട് dx നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്താകും 1 plus x square into dx. ഈ 1 plus y square ഇവിടെ വരും, dy യുടെ താഴെ വരും, dy by 1 plus y square. Now integrate both sides. dy by 1 plus y square എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ is tan inverse y is equal to, what is the integral of 1 plus x square? 1 ന്റെ ഇന്റഗ്രൽ x plus x square ന്റെ എന്താണ്? x cube by 3 plus c. So the final answer is tan inverse y is equal to x plus x cube by 3 plus c. അടുത്തത് y log, question number 7. 6 ആയിരുന്നു. Question number 7. y log y dx. y log y dx minus x dy equal to 0. So y log y dx പുറത്തിട്ടു, x dy റൈറ്റിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇനി നോക്കിയത് ഇവിടെ രണ്ട് y log y രണ്ടും ഇവിടെയാണ്. ദാറ്റ് ഇസ് 2 y terms are here and dy ഇപ്പുറത്താണ്. അപ്പൊ dy ന്റെ താഴെ ഞാൻ എന്താ കൊണ്ടുപോകുന്നത്? ഐ എം ബ്രിങ്ങിങ് ദിസ് y log y. dx ന് താഴെ എന്താണ്? ex, dx by x. Now I am going to integrate it. What is the integral of dx by x? അത് log x ആണ്. What is the integral of dx by x? It is just log x equal to integral of dy by y log y. അതിന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റത്തില്ല. So what I go to do is log y equal to t. What is the integral? What is the derivative of log y? 1 by y dy is equal to dt. So you can write it as dt by t. എന്താണ് എഴുതാം? dt by t. What is the integral of dt by t? log t plus c ക്ക് പകരം എന്ത് കൊടുക്കണം? log c. കാരണം ഇത് രണ്ടിലും log ഉള്ളത് കൊണ്ട്, ഇവിടെ log c എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇപ്പുറത്ത് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താണ്? log x minus log t is equal to log c. And what is log x minus log t? log x by t is equal to log c. രണ്ടിലും ഒരു ലോഗേ ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് x by t is equal to what? c. ഇനി t ക്ക് നമ്മൾ എന്താ കൊടുത്തത്? log y എന്നല്ലേ കൊടുത്തത്. സോ x by log y is equal to c. or ഈ c log y അപ്പുറത്ത് പോകുമ്പോൾ എന്താണ്? x is equal to c log y. What is the value of x? Is c log y. Is that clear? That is question number 7.
ഓക്കെ, ആൻസേഴ്സ് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അത് പോസ് ചെയ്ത് വീഡിയോ കണ്ട് എഴുതുക കേട്ടോ. അടുത്തത് question number 8. X raised to 5 dy by dx is equal to minus y raised to 5. ഇപ്പൊ നോക്കിയത് ഇവിടെ എക്സ് റൈസ് ടു 5 ഡി എക്സ് താഴെ. അപ്പോൾ ഈ ഡി വൈ ബൈ വൈ റൈസ് ടു 5 ഞാൻ ഇവിടെ കൊണ്ടുപോയി. ഈ മൈനസും പിന്നീട് ഡി എക്സും താഴെ എന്താണ് എക്സ് റൈസ് ടു 5. ഈ വൈ റൈസ് ടു 5 താഴെ ഡിനോമിനേറ്ററിലാകുമ്പോൾ അതിന് മുകളിലേക്ക് എന്താണ് വൈ റൈസ് ടു മൈനസ് 5 ഡി വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് റൈസ് ടു മൈനസ് 5 ഡി എക്സ് എന്നെഴുതാം. Now you can simply integrate both sides. But what is the integral of y raised to minus 5 dy? It is y raised to minus 5 plus 1 by minus 5 plus 1 equal to minus x raised to minus 5 in the integral and x raised to minus 5 plus 1 by minus 5 plus 1 plus c. So what is answer? Y raised to minus 4 by minus 4 is equal to minus x raised to minus 4 by minus 4 plus c. Okay, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ you can write as y raised to minus 4 by minus 4 plus x raised to minus 4 by minus 4 is equal to കേട്ടോ. That is question number 8. Or the question number 9. dy by dx is equal to dy by dx is equal to sin inverse x. dy by dx is equal to sin inverse x. അങ്ങനെയാണെങ്കിൽ ഈ ഡി എക്സ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ് dy is equal to എത്രയാണ് sin inverse x dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും y. ഇവിടെ എന്താണ് sin inverse x ന്റെ ഇന്റഗ്രൽ. വാട്ട് ഇസ് ദ ഇന്റഗ്രൽ ഓഫ് sin inverse x? അതിന്റെ ഡയറക്റ്റ് ഒരു ഇന്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് പറ്റും. എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? യു ഹാവ് ടു അപ്ലൈ ഐലേറ്റ് റൂൾ. ഐലേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇൻവേഴ്സ്, പിന്നീട് ലോഗരിതമിക്, പിന്നെ ആൽജിബ്രൈക്, trigonometric and exponential. So sin inverse x നെ എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത്? You have to write it as 1 into sin inverse x. And what is the integral of 1 into sin inverse x? It will be first function sin inverse x into what is the derivative of what is the integral of 1 x minus integral what is the derivative of sin inverse x 1 by root of 1 minus x square into the what is the integral here ഇത് കിട്ടിയത് എന്താണ് x dx. Okay, so y is equal to x sin inverse x minus ഇവിടെ എന്താണ് x by root of 1 minus x square അല്ലേ, x by root of n minus x square. അപ്പോൾ ഇവിടുത്തെ x square ഞാൻ എന്ത് കൊടുത്തു? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ t എന്ന് കൊടുത്തു. What is the derivative? 2x dx is equal to dt or x dx is equal to dt by 2. So you can write it as dt by 2 by താഴെ എന്താണ് 1 minus x square ന് പകരം അല്ലെങ്കിൽ you could have given for okay 1 minus x square ന് പകരം താഴെ എന്താണ് root of 1 minus t എന്നായി. Okay, so y is equal to എന്താണ് x sin inverse x minus half. What is the integral of 1 by root t? 1 by root t യുടെ ഇന്റഗ്രൽ എന്താണ് 2 root t ആണ്. What is the integral of 1 by root t? 2 root t. So half into 2 root t യുടെ സ്ഥാനത്ത് 1 minus t. പിന്നീട് 1 minus t ആണല്ലോ, അതിന്റെ ഡെറിവേറ്റീവ് -1. So -1 plus c. ഈ -1 ഇതും കൂടെ പ്ലസ് ആകും. So what is ഈ 2 ക്യാൻസൽ ആവും. So y is equal to what is the final answer? x sin inverse x plus root of 1 minus t യുടെ സ്ഥാനത്ത് എന്താണ് നമ്മൾ x square, കാരണം t എന്ന് പറയുന്നത് x square plus. So this is the question answer for question number 9. Question number 9. Okay, next one, question number 10. ഇതും കൂടെ ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി 11 തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. Question number 10. Question number 10. E raised to x tan y dx plus 1 minus e raised to x 6 square y.
1 minus 6 square y dy equal to 0. Okay, ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കണം? You need to find the equation out of this. അല്ലേ? So what I'm going to do is ഞാൻ ഈ പ്ലസ് ഈ സിമ്പിൾ ഉള്ളതിന്റെ ഈ റൈറ്റിലോട്ടുള്ള എല്ലാം സീറോയുടെ അങ്ങോട്ട് റൈറ്റിലോട്ട് RHSലോട്ട് ഉണ്ട്. സോ e raised to x tan by dx is equal to ഈ 1 minus e raised to x ഉണ്ടല്ലോ, അത് റൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? e raised to x minus 1. പിന്നീട് ബാക്കി 6 square by dy. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ആയോ? ഇല്ല, കാരണം ഇവിടെ x y dx അങ്ങനെയുണ്ട്, ഇവിടെ x y dy ഉണ്ട്. സോ what I'm going to do is e raised to x minus 1 എന്നത് ഇവിടെ താഴെ കൊണ്ടുവരിക. സോ e raised to x by e raised to x minus 1 dx is equal to എന്താണ്? 6 square y dy by tan y. 6 square y dy by tan y. ഇനി e raised to x minus 1 എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ അതിനെ t എന്ന് കൊടുക്കുന്നത്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം, കാരണം വേരിയബിൾ സെപ്പറേറ്റഡ് ആണ്. e raised to x minus ഡിനോമിനേറ്റർ ആയിട്ടുള്ള e raised to x minus 1 t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ what is the integral, what is the derivative of it? e raised to x dx is equal to dt, or you can write it as what? dt by t is equal to, ഇവിടെ tan y ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. tan y is equal to k. So what is the integral? Sorry, derivative 6 square y dy is equal to dk. So right side length you can write as dk by k. So integral dt by t is equal to integral dk by k. What is the integral of dt by t? Log t is equal to log k plus c എന്ന് എഴുതുന്നത് എന്തെന്ന് എഴുതണം? log c. So log t is equal to log k plus log c, or you can write log t is equal to, what is log k plus log c? Log kc, log kc. So രണ്ടിലും log ഉണ്ടല്ലോ, so you can write t is equal to kc. t is equal to kc. Therefore t is equal to, അല്ല, നീ തിരിച്ച് t എന്താണെന്ന് കൊടുക്കാം. t എന്താണ്? t എന്ന് പറഞ്ഞാൽ e raised to x minus 1 is equal to k എന്ന് പറഞ്ഞാൽ എന്താണ്? tan y into c. So what is the final answer? e raised to x minus 1 is equal to tan y plus c. tan y plus c. Okay. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ നോട്ടിൽ do in your notebook and submit by tomorrow 3 PM. ഓക്കെ, നോട്ട്ബുക്കിൽ ചെയ്തിട്ട് നാളെ വൈകിട്ട് ഒരു 3 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിലെ വേരിയബിൾ സെപ്പറബിളിന്റെ 9.4 എക്സസൈസ് 9.4ലെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നന്നായിട്ട് ഇത് പഠിക്കുക, കാരണം ഇതിൽ ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യാനായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് എഴുതി പഠിച്ചിട്ട് അത് എനിക്ക് വാട്സാപ്പിൽ ഡൗട്ട് ഉള്ളത് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടേക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് ടൈം എപ്പോഴാണെന്നുള്ളത് ഞാൻ ഇൻഫോം ചെയ്യും. ഇത് കാണുക, ഇത് കണ്ടിട്ട് നോട്ട് ക്ലിയർ ആയിട്ട് എഴുതുക കേട്ടോ.